മാട്ടുമത്സരികളോട് വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ വന്ന അതിന്റെ അടിത്തറ മാത്രം ഞാനെന്നുള്ള പറയാണ്. ചെയർപേഴ്സന്റെ കക്കും കാര്യം വാങ്ങിയിട്ട് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം. ഇന്ധന കുടിശ്ശിക വരുത്തിയതിനാൽ ചെയർപേഴ്സൺ നഗരസഭയുടെ ഔദ്യോഗിക വാഹനമായ ഇന്നോവയിൽ സഞ്ചരിക്കാതെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ഇന്ധന കുടിശ്ശിക വരുത്തിയത് മുൻ ചെയർമാനാണ് എന്ന രീതിയിൽ വന്ന പ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിലാണ് വിശദീകരണവുമായി മുൻ ചെയർപേഴ്സൺ രംഗത്ത് വന്നത്. മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപക്ക് വനിതാ ഘടക പദ്ധതി എന്നുള്ള നിലയിൽ വീട്ടുപകരണങ്ങൾ വാങ്ങുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായി. അതായത് വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, സ്റ്റൗ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി കാണേണ്ട എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കാണാൻ അങ്ങനെ അന്വേഷണം നേരിടേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ നിലമ്പൂരിലെ ഒരു ഹരി എന്ന് പറഞ്ഞ ഒരാളൊക്കെ മുനിസിപ്പാലിറ്റി ഒരു കത്ത് തരുന്നത് ഇത് അന്വേഷിക്കണം. അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കൗൺസിൽ കൂടി ഇത്തരത്തിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു പിന്നെ മുനിസിപ്പാലിറ്റി നോക്കുമല്ലോ. മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ നമുക്കറിയാം കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും, കുറെ സാധനം അങ്ങനെ ഉണ്ടാവുമല്ലോ പലതും. ഇത് അന്വേഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ആയിരുന്ന ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് മുനിസിപ്പാലിറ്റി വാഹനത്തിൽ കൊണ്ടതായിട്ട് അവിടുന്ന് ഒരു മൊഴിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ കൂടിയപ്പോൾ പാലോളി അടക്കമുള്ള കൗൺസിലാണ് ഈ കൂടുന്നത്. ഐക്യകണ്ഠേന ഈ കേസ് വിജിലൻസിന് വിട്ടൊരു കേസാണ്. അപ്പൊ അന്ന് പാലോളി പറഞ്ഞത് ഇതൊരു എന്താ പറയുക ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടാവും. ശ്രദ്ധക്കുറവ് എന്നല്ല ഞങ്ങളെല്ലാവരും പറഞ്ഞു, കട്ട് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് ആ കൗൺസിൽ അവിടെ തീരുമാനത്തിൽ വിജിലൻസ് കൊടുത്തത്. ഇത്തരത്തില് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ നേരിടുന്ന ഒരു സ്ത്രീ പിറ്റേന്ന് ചെയർപേഴ്സണായിട്ട് അധികാരത്തിൽ വരികയാണ്. ഈ അധികാരത്തിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പല ആളുകളും കോൺഗ്രസ് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആളുകൾ ഇവരുടെ കൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിൽക്കാൻ കഴിയില്ല എന്ന് രേഖാമൂലം കോൺഗ്രസ്സുകാരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഒരു പരിചയസമ്പന്നത ഇല്ലാത്ത പല ആളുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി ഇപ്പൊ കോൺഗ്രസിന്റെ ആളുകളായിട്ട് വന്നിട്ടുള്ളത്. ആ ചെയർപേഴ്സൺ ആണ് ഇതിൽ നിന്നൊക്കെ തടയിടാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മേലെ വരുന്ന ഒരു വലിയൊരു ഭാരമാണ്, അല്ലെങ്കിൽ ഈ സമൂഹം അറിയപ്പെടുന്ന സാധനമാണ്. അതിലാണ് ഈ പറഞ്ഞ കുടിശ്ശിക. ഇത് മുനിസിപ്പാലിറ്റിയിൽ ചെയർമാന്റെ വണ്ടിയിൽ അടിച്ചാലട്ടെ, കാരണം അവര് പോകുമ്പോൾ മുനിസിപ്പാലിറ്റിയിലില്ലേ നിങ്ങൾക്കൊക്കെ അറിയാം, ആ പരമ്പരങ്കാല പോലത്തെ ട്രാക്ടറാണ് ഉള്ളത്. ഇന്നിപ്പോ അവിടെ ഒരു 10-18 വണ്ടികൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതും അല്ലാതെ പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയതൊക്കെ ആയിട്ടുള്ള വണ്ടികളുണ്ട്. ഇതെല്ലാം ഡീസൽ അടിച്ചാണ് ഈ പൈസ. ഈ ഡീസൽ അടിക്കുന്ന പൈസ എങ്ങനെയാ? 50,000 അല്ലെങ്കിൽ 75,000 അല്ലെങ്കിൽ 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ ഒക്കെ ആകുന്ന സമയത്ത് ഈ പറയുന്ന എന്താ നമ്മളെ പെട്രോൾ പമ്പുകാർ ബില്ല് കൊടുക്കുന്നത് അനുസരിച്ച് പാസ്സാക്കിയിട്ടാണ് പോവുക. 50,000 താഴെയാണെങ്കിൽ നമുക്കത് നേരിട്ട് കൊടുക്കാൻ പറ്റും. 50,000 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ പിന്നെ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് പിന്നെ അത് കൗൺസിൽ പാസ്സാക്കി പോകണം. ഇപ്പൊ നമുക്കത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത്തരത്തിലൊരു പ്രൊസീജിയർ ഇല്ലല്ലോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരല്ല. അതുകൊണ്ടുള്ളൊരു കുടിശ്ശികയാണ്. എന്നാൽ ഞാൻ അതും സമ്മതിക്കാം, ഞാൻ അവർ കുടിശ്ശിക ഉണ്ടായിട്ട് ഭരണം ഏറ്റെടുത്തില്ല, ആയിക്കോട്ടെ. വേറെന്തൊക്കെ കുടിശ്ശിക ഉണ്ട് അവിടെ? വേറെന്തൊക്കെ കുടിശ്ശിക ഉണ്ട്? എത്രയോ ആളുകൾക്ക് നമ്മൾ 4ാമത്തെ ഗഡു കൊടുക്കേണ്ടത്. ഇത് അതൊക്കെ പറയും ലൈഫ് വിഭാഗ പദ്ധതിയിൽ 4ാമത്തെ ഗഡു നേരം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അതിന് ആൾക്കാർക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പൊ ഇത് ഒരു ഓട്ടോറിക്ഷയിലൊക്കെ പോയി ആളുകളുടെ ഇടയിൽ ഭയങ്കര എന്താ പറയാ, പിന്നെ ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിലാണ്
യാത്ര ചെയ്ത് വരുന്നത്. ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിൽ പോയൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അങ്ങോട്ട് കുറെ മുമ്പ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതും പറയേണ്ടി വരും. അപ്പൊ എനിക്ക് ചെയർപേഴ്സണോട് പറയാനുള്ളത്, മാട്ടുമത്സരിനോട് വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ വന്ന അതിന്റെ അടിത്തറമാണ് ഞാനെന്നുള്ള പറയുന്നത്. ചെയർപേഴ്സന്റെ കക്കും കഴിവും വാങ്ങിയിട്ട് മാട്ടുമത്സരികൾ മാറിക്കൊള്ളൂ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർ ഞാൻ. എന്തുകൊണ്ട് കുടിശ്ശികയായി എന്ന കാര്യത്തിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വിശദീകരണം നൽകേണ്ടത്. മുൻപ് നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് നിലവിലെ ചെയർപേഴ്സൺ വനിതാ ഘടക പദ്ധതിയിലൂടെ നടത്തിയ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ്. കഴിഞ്ഞ മാസം വിജിലൻസ് ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തി എന്ന വിവരമാണ് തനിക്ക് ലഭിച്ചത്. പുതിയ നഗരസഭാ ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഗ്രൂപ്പിസം തുടങ്ങിക്കഴിഞ്ഞു. സീനിയർ അംഗങ്ങളെ ഒഴിവാക്കി പുതുമുഖങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാക്കിയത് ചെയർപേഴ്സന്റെ സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവും മുൻ ചെയർപേഴ്സൺ ഉന്നയിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.